ഉരുളക്കിഴങ്ങ്. പ്രാവശ്യം യോഗയൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. യു ഗോട്ട് ഫാസിനേറ്റഡ് വിത്ത് ദ ഹനുമാൻജി? ലെറ്റ്സ് ഗോ. ചലോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു 14-ാം നൂറ്റാണ്ടിലേക്ക് എന്തോ ഉള്ള ഒരു ചർച്ചാണ് കേട്ടോ, പഴക്കമുള്ള ചർച്ച. ഞാനങ്ങനെ OBBയിൽ വന്നു. ഹായ്, ഹൗ ആർ യു? I'm good. How are you? Good morning. Early, no? Yeah, it's very early. Thank you for picking me up. Of course. രാവിലെ സമയം വെരി ഏർലി മോർണിംഗ് കേട്ടോ, 6-6:30. അങ്ങനെ ഞാൻ ഇവിടെ വെളുപ്പാങ്കാലത്ത് വന്നു. ഇതാണ് കേട്ടോ വീട്. അടിപൊളി റൂം കേട്ടോ. എനിക്ക് നമ്മുടെ ദൊറോത്തോടെ റൂം തന്നെ എനിക്ക് തന്നു. ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ രാവിലെ തന്നെ എൻ്റെ ഇട്ട തുണികളെല്ലാം കഴുകാൻ വേണ്ടി പോവാണ്. ഞാനങ്ങനെ കുളിച്ച് ഫ്രഷായി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ജർമ്മൻ ബ്രെഡ്, എറിഞ്ഞാൽ തല പൊട്ടുന്ന ബ്രെഡ്. ഗുഡ് മോർണിംഗ്. ഹൗ വാസ് യുവർ സ്ലീപ്പ്? ഞാൻ രാവിലെ ഇവിടെ ചിപ്സൊക്കെ കൊടുത്തു കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇതാണ് നമ്മുടെ ജർമ്മൻ ബ്രെഡ്. തലയിൽ എറിഞ്ഞാൽ പുള്ളിക്ക് തലവേദന എടുക്കും, അത്രയും കട്ടിയുള്ള ബ്രെഡാണ്. ഇത് ഞാൻ അരിയുവാണ്. കരോളയുടെ വീട്ടിലായിരിക്കുമ്പോൾ എപ്പോഴും ഇതാണ് കഴിക്കുന്നത്. നിങ്ങൾ കണ്ട് ശീലിച്ചാണല്ലോ. ചീസ്. വാവ്. And more cheese. Hummus if you want. My mother also eats some meat. I don't like it too much. Okay. And some tomato. ഇതൊക്കെയാണ് കേട്ടോ ഇവരുടെ ഭക്ഷണം. ഒരു ഓസ്ട്രിയൻ അല്ലെങ്കിൽ ജർമ്മൻ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് അമ്മ സ്പെഷ്യലായിട്ട് ഇവിടുത്തെ ഗാർഡനിലെ ടൊമാറ്റോ ഒക്കെ തന്നു കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള അമ്മ. ഇവിടുത്തെ ചീസ് തന്നു. ഡു യു നോ ഇറ്റ് ആക്ച്വലി സ്മെൽ ലൈക്ക് സംതിങ് എൽസ്? യു നോ ഇറ്റ്? For me it smells like cow. I don't know. Cow. ഇതൊരു ചീസാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ എൻ്റെ ഹോണസ്റ്റ് റിയാക്ഷൻ ആണ് കേട്ടോ. സ്മെല്ലൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ആരും ഒരു മോശമായിട്ട് തിരിക്കരുത്. മനുഷ്യൻ്റെ വേസ്റ്റ് ഇല്ലേ, അതിനെ പോലെ ഉണ്ട്. Taste is okay. Taste is good, no? Yeah, but the smell is horrible. Yeah. നാട്ടും സഹിക്കാൻ വയ്യ. ടേസ്റ്റ് കൊള്ളാം. ഒന്നും കുഴപ്പമില്ല. Yeah. Part, but it tastes good. Happy birthday, Dorothea. Thank you so much. Thank you. Happy belated birthday wishes. You visiting is a great gift now. Okay. Okay. I just cut a random piece. Okay. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടിരുന്നു. ദൊറോത്ത കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ വന്നപ്പോൾ പക്ഷേ ഫുഡ് പോയിസൺ അടിച്ചു. അതുകൊണ്ട് കേരളത്തിൽ എത്ര നല്ല നിമിഷമായിട്ടായിരുന്നു. ഫുഡ് പോയിസൺ അടിച്ച് വർക്കലയിൽ പോയി, കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പം ഞാൻ ഇവരുടെ ബർത്ത്ഡേ കേക്ക് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്യട്ടെ കേട്ടോ. Taste first if you like it. Yeah. Then you get more. It's ആപ്പിൾ കേക്കാണ് കേട്ടോ. But there is something inside that makes it taste. ഇങ്ങനെ വീട്ടിൻ്റെ പുറത്ത് നിന്നപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പത്രം പോലത്തെ ഒരു സാധനം തന്നിട്ട് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ന്യൂസ് പേപ്പർ ആണെന്ന് തോന്നുന്നു. I got some newspaper. Yeah. Some okay? Yeah. So they come and give you newspaper every day? We have an abonnement for one newspaper to buy, to pay. Oh, it's a government. But this one is, no, this is like not for paying. This is okay. more like advertisement, but also advertisement. From a politician party. Political party എന്നുള്ള. Yeah. Political പാർട്ടിയുടെ അഡ്വർടൈസ്മെന്റിന്റെ ആണ് കേട്ടോ. But also you have the state newspaper, you have to pay and they give you. Yeah, there's different newspapers that you can pay and then you get it. Okay. Otherwise you don't get. You get a lot of advertisements. നമ്മുടെ നാട്ടിലെ പോലത്തെ പത്രങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത്. പക്ഷേ ഇതാണ് അഡ്വർടൈസ്മെന്റ് എന്തോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ. സാധനം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ഹെക്ഡോങ്. How do you say? I think hedgehog. അത് ഇവിടെ വന്ന് കഴിക്കും കേട്ടോ രാത്രി. ദിസ് വൺ. അവരിതൊക്കെ വന്ന് ഇവിടെ കഴിക്കും. നല്ല അടിപൊളി ഗാർഡൻ കേട്ടോ. കുറേ തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുള്ള വീട്. I like your garden. It's really nice. I will do a lot of work. So if you find some raspberries, you can just Wow. You need to look a bit underneath. Raspberry ഒക്കെ ഉണ്ട് കേട്ടോ.
Maybe my mother just took a lot for the yogurt. നല്ല അടിപൊളി ഫ്രഷ് ഇവിടെ കുറെ ഫ്ലവേഴ്സ്. You have fish? Oh, it's a water. This is for water in the tank. ഇവിടുന്ന് വരുന്ന വെള്ളം സേവ് ചെയ്യുന്നത് നൈസ് കേട്ടോ. But we also pump it from the spring. It's not enough from the roof. റൂഫിൽ നിന്ന് വരാത്തപ്പോൾ അവർ വേറെ മോട്ടറിൽ നിന്ന് പമ്പ് ചെയ്ത് കയറ്റും. ഇതെല്ലാം ഒരു പൂവളും സംഭവങ്ങളൊക്കെയാണ്. മുകളിൽ ഇവരുടെ റോഡാണ് കേട്ടോ. ഇവിടെ ഇത്രയും ഗാർഡൻ, പിന്നെ ഇവിടെ ഗിനി പിഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചെറിയ പന്നി ഉണ്ടല്ലോ. Normally they run away, but we can check. Yeah, they hide inside. എൻ്റെ അമ്മ എന്ത് അടിപൊളി ടേസ്റ്റ് ഉള്ള സ്ട്രോബെറി. ഞാൻ സ്ട്രോബെറി കഴിച്ചായിരുന്നു. There's one more for you. You can eat, I think. Yeah, you can eat. അടിപൊളി സ്ട്രോബെറി. More. ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അകം. ഈ കാണുന്നതാണ് ഇവിടുത്തെ മെഷീൻ, കണ്ടില്ലേ? This is for the electricity. Yeah, I think both. Meter cube, I think water. I don't know. മീറ്റർ ക്യൂബിൽ ഇത് വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു മീറ്റർ സംവിധാനം ഇങ്ങനത്തതാണ് കേട്ടോ സംഭവം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയും ഒന്നിൽ ചിലപ്പോൾ കറണ്ടും ആയിരിക്കണം. എങ്ങനത്തെ ഒരു ഇതാ. ഇവിടെ നമ്മുടെ റൂമിൽ, ദൊറോത്തയുടെ റൂമിൽ നമ്മുടെ ഹനുമാൻജിയൊക്കെ ഉണ്ട് കേട്ടോ. അവൾ 3 പ്രാവശ്യം യോഗയൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. You got fascinated with the Hanumanji? Yeah. When I cycled past all the temples where Hanuman had like the fight, and I was cycling and struggling, like, yeah, definitely. That's right. അവൾ 2, 3, 4 തവണ ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് തവണ വീണ്ടും നല്ല കേരളത്തിൽ വരും. പിന്നെ കുറച്ച് പണികൾ ഇവിടെ ചെയ്യുവാണ്. ഇതൊക്കെ കൊണ്ട് നമ്മളിവിടെ ആക്രിക്കടയിൽ കൊടുക്കുകയാണ്. ആക്രിക്കടയിലല്ലേ ഇവരുടെ ഗവൺമെന്റിന്റെ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഒരു വണ്ടി ഫുള്ള് സാധനമായി. ഇതാ നമ്മളിനി ഇവിടുത്തെ ഗവൺമെന്റ് ആക്രിക്കടയിൽ പോവാണ്. ആക്രിക്കടയല്ല, ഇവിടെ കൊണ്ട് കൊടുക്കുന്ന ഗവൺമെന്റ് റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ ട്രാഷ് പ്ലേസിലോട്ട് വന്നു. ഇതാണ് കേട്ടോ ഇവരുടെ സ്ഥലം. ഇവിടെ അവർക്ക് പല സെക്ഷനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാറ് കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കെട്ടിത്തൂക്കിയിട്ടേക്ക് നോക്കി എന്ന് വെച്ചാൽ എനിക്കൊന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും എടുത്തോണ്ട് പോവാം കേട്ടോ. ഇതിൽ പല സെക്ഷനിലായിട്ട് അവർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടും കേട്ടോ. ഇവിടെ ഓൾറെഡി വേറൊരു കാറും കൊണ്ടുവന്ന് വേസ്റ്റ് ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇല്ല, ഈ പ്ലാസ്റ്റിക് വരെ ഇവിടെ അമ്മ സൂപ്പറാണ് കേട്ടോ. അമ്മ ചാടി എറിയൊക്കെ ചെയ്യും. ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാ. ഈ പ്ലാസ്റ്റിക് പോലെ നമുക്ക് എഴുതി ഇടാൻ പറ്റില്ല. ഇതുവരെ ഊരണം കേട്ടോ. ഇത് ഇനി അവർ ഇടിച്ച് പഴുവാക്കി താക്കുവാണ് കേട്ടോ. അതാണ് ചെയ്യുന്നത്. അല്ലാന്ന് തോന്നുന്നു. കാണുന്ന നമ്മുടെ തടിയുടേതാണ് ഇവിടെ. പിന്നെ ഇവിടെ വേറെ ഐറ്റംസ്, ഇവിടെ വേറെ റീസൈക്കിൾ ചെയ്യാനുള്ള വുഡുകൾ. പിന്നെ നമ്മൾ ഇപ്പം കൊണ്ടുപോകുന്നത് വേറെ കുറേ മാഗസിൻ ബുക്സ് ഒക്കെയാണ് കേട്ടോ. ആൽത്ത പേപ്പർ. ആണല്ലേ? ഇത് സംഭവം ഫ്രീ ആണ് കേട്ടോ. അതായത് നമുക്ക് വേറെ സർവീസ് ടാക്സ് ഒന്നുമില്ല. നമ്മൾ ഇവിടുത്തെ ലോക്കൽ റെസിഡന്റ് ആണെങ്കിൽ അവർക്ക് വന്നാക്കാം. ചിലപ്പോൾ എനിക്കൊന്ന് മാസത്തിൽ വല്ല ഇതിന് വേണ്ടി പൈസ വാങ്ങുന്നു. ഡു യു ഹാവ് ടു പേ മന്ത്ലി ഓർ സംതിങ് എ സ്മോൾ എമൗണ്ട് ഫോർ ദിസ്? നോ, അങ്ങനെ പൈസയൊന്നും അയക്കണ്ട കേട്ടോ. മാസത്തിൽ ഒരിക്കലും ഒന്നും കൊടുക്കണ്ട. ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി. ബാക്കി എല്ലാവരും നോക്കിക്കോളും. നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം വേണം കേട്ടോ. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നേനെ. ഈ കാണുന്ന വീടുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ റൂറൽ ഭാഗത്തോട്ട് പോവാ. പഴയകാലത്തെ ഫാർമേഴ്സിന്റെ ഹൗസാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വലിയ വീടുകൾ. പഴയകാലത്തെ ഫാർമേഴ്സിന്റെ വലിയ വലിയ വീടുകളൊക്കെയാണ് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പോകുന്ന വഴിയെല്ലാം കൃഷിയാണ് കേട്ടോ. ന്യൂസ് പേപ്പർ എടുത്തോണ്ട് നമ്മൾ പോവാ. ഒരു പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ. പ്ലീസ് ഹെൽപ്പ് മീ. ഇവിടുത്തെ നമ്മുടെ കത്തോലിക് ദേവാലയമാണ് കേട്ടോ. ആ കാണുന്നതായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ കത്തോലിക് പള്ളി. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കി. ഈ കാണുന്ന വീടും വലിയ വലിപ്പമുള്ളതാണ് കേട്ടോ. പഴയ ഫാർമേഴ്സിൻ്റെ വീടുകളെല്ലാം ഇത്രയും വലിപ്പമുള്ള വീടുകളാണ്. ക്ഷമിക്കണം, എൻ്റെ അബദ്ധവശാൽ പറഞ്ഞതാണ്. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ് കേട്ടോ. സ്കൂളായിരുന്നു ഈ കാണുന്നത്. ഇവിടുത്തെ ഇവരുടെ കുട്ടികളെ സ്കൂളാണ് ഈ കാണുന്ന കൊച്ചു സ്കൂള്. ഞാനിതിനിടയിൽ ഇവരുടെ ആൻറ്റിയുടെ വീട്ടിൽ പോയി കിടന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം ഉറങ്ങാത്തത് കൊണ്ട് നല്ല ഉറക്ക ക്ഷീണം കേട്ടോ.
ആൻറ്റീൻ്റെ വീട്ടിൽ പോയി കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഈ കാണുന്ന ഇവിടെ ഉള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ, അതായത് വയസ്സായിട്ടുള്ള ആൾക്കാരെല്ലാം താമസിക്കുന്ന ഒരു വീടാണ്. വീടെന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ്, അതിൽ തന്നെ കുറേ റൂമുകളുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റൂമുകൾ. ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യും. പരിപാടി കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്മയോടെ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി വന്നാണ്. ഈ കാണുന്നതാണ് ബയോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. ബയോ സൂപ്പർ മാർക്കറ്റ്, അതായത് കൂടുതൽ നേച്ചറായിട്ട് അധികം പെസ്റ്റിസൈഡൊക്കെ ഇടാതെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഗ്രോസറിയൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ സാധാരണ ഇങ്ങനെയുള്ള കടകൾക്ക് ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. സാധാരണ സൂപ്പർ മാർക്കറ്റിനെ കാട്ടി കൂടുതൽ പൈസയാണ്. ഇപ്പോൾ ബയോയുടെ വേഫ്ലറാണോ പിന്നെ ബയോയുടെ ചോക്ലേറ്റുകൾ, അങ്ങനെ പല സാധനമുണ്ട്. അതിനൊക്കെ കൂടുതൽ എക്സ്പെൻസീവാണ്. ഇവിടുത്തെ ഓരോ ആളുകളുടെ ട്രെൻഡാണ് കേട്ടോ. അതായത് പരിസ്ഥിതിയെ കൂടുതൽ മനസ്സിലാക്കി നല്ല ആഹാരം കഴിക്കണമെന്ന ഉദ്ദേശത്തിലാണ് പല ആളുകളും ഇങ്ങനെ ബയോയിൽ വന്നിട്ട് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങുന്നത്. നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഫോർ ഡ്രിങ്കിങ്, തേങ്ങ വാട്ടർ, കോക്കനട്ട് മിൽക്ക് കേട്ടോ. അതിന് തന്നെ 450 രൂപ അടുപ്പിച്ചുണ്ട്. പിന്നെ ഇത് കോക്കനട്ട് വാട്ടർ, ഈ ഒരു സാധനത്തിന് ഏകദേശം 300 രൂപ അടുപ്പിച്ചുണ്ട് കേട്ടോ. Only 300 you can buy 5 coconut or 6 coconut. I would never buy this one after having coconut in Kerala. Full കേട്ടോ. How we say potato? Can you tell me one more time? No. In Hindi, you know Hindi. Aloo. Okay. How we say in Malayalam? You need to tell me one more. ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്. Even for me it's feel tough, you know. ഉരുളക്കിഴങ്ങ്. More or less, I cannot do better. Maybe after 10 days she will be better and better. നമ്മളിവിടെ ചെറിയ പർച്ചേസിന് വന്നിരിക്കുക. I should say in Austrian? Yeah, in Austrian it's Erdäpfel. Erdäpfel. Kardifal, right? Erdäpfel. What is Kardifal? Kartoffels, German. Kartoffel. And in Austrian, Erdäpfel. Erdäpfel. Yeah, more or less, Erdäpfel. Erdäpfel. Yeah. Erdäpfel. This Erdäpfel. It means apple of the ground. Oh, Erdäpfel. Yeah. Erdäpfel. Apple. Yeah. ഈസിയാണ് കേട്ടോ. ഇംഗ്ലീഷുമായിട്ട് മാച്ചിങ് ആണ് ഇവരുടെ ലാംഗ്വേജ്. വന്നത് താങ്കേശ്വൻ. Bitte schön. Enjoy. പ്രോസ് നോ പ്രോസ്. പ്രോസ് പൊതുവെ With alcohol. വിത്ത് ആൽക്കഹോൾ, കള്ളു കുടിക്കുമ്പോഴൊക്കെയാണ് പ്രോസ് പറയുന്നത്. പൊതുവെ അങ്ങനെ പ്രോസ് ഒന്നും പറയാറില്ല ഇവർ. നമ്മുടെ മമ്മ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുവാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല്. Hallo. ഇത് നമ്മുടെ കർത്തോഫിൽ. അതിൻ്റെ കൂടെ what is this? Knödel. And this is Erdäpfel. Erdäpfel. പിന്നെ ഇവിടെ നമ്മുടെ ബീഫോ ചിക്കനോ ഉണ്ടാവും കേട്ടോ. ബീഫ്. ഇതാണ് നമ്മുടെ ഗുലാഷ് കേട്ടോ. ഹംഗേറിയൻ ഗുലാഷ് ഉണ്ട്, സ്ലോവേക്കിയൻ ഉണ്ട്, ചെക്ക് ഉണ്ട്. ബട്ട് ദിസ് ഈസ് ഓസ്ട്രിയൻ ഗുലാഷ്. Gesegnete Mahlzeit. Yes, gesegnete Mahlzeit. Provecho. Thank you. Enjoy. Danke, Mama. Danke, Mama. Ja, jetzt sagst du mal, ob es genießbar ist überhaupt. Mama, English. Ach so, Englisch. Your mother is scaring me so much. Yeah, it's the same. Like all mothers are like this, no? എനിക്ക് സൂപ്പ് വരുന്നു, സലാഡ് കഴിയും, നീ അത് കഴിയും. അപ്പൊ ഇവള് പറയുന്നു ചുമ്മാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യില്ല, ചുമ്മാ പറയില്ല, അവൻ കഴിച്ചോളും കേട്ടോ. എൻ്റെ പൊട്ടാറ്റോ ഇതും കഴിച്ച് വയറ് പറഞ്ഞു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ചു ഞാൻ. അങ്ങനെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫുഡ്. ഇനി നേരെ കുളിക്കാൻ വേണ്ടി പോകാനുള്ളൊരു പ്ലാനാണ്, പുഴയിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. നമ്മളിവിടെ ടവൽ എടുത്തു, അണ്ടർവെയർ എടുത്തു, മിൽക്ക് എടുത്തു, ബാഗ് എടുത്തു. I put it like this? Yeah, you can. Or ഞാൻ സൈക്കിൾ എടുക്കാതെ പോവാണ്. Which one is mine? You get the touring bike, which was in India. This was your cycle you used in India? Yes. 3 വർഷമായിട്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് യാത്ര ചെയ്യണം കേട്ടോ നമ്മുടെ ദൊറേത്ത. You see the peace flags in front. വാവ്, നമ്മുടെ ടിബറ്റൻ പ്രയർ ഫ്ലാഗ് ആണ് കേട്ടോ. സോറി, ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗ് ആണ്. ഓ മനി പനിഹം ആണ് കേട്ടോ ഇവിടെ കിടത്തിരിക്കുന്നത്. 3 വർഷം യാത്ര ചെയ്തു പുള്ളിക്കാരി, കണ്ടിന്യൂസ് അല്ലാതെ 3 വർഷമായിട്ട് യാത്ര ചെയ്തു.
നൈസ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഇത് നമ്മുടെ KTM-ന്റെ സൈക്കിളാണ് കേട്ടോ. KTM-ന് സൈക്കിൾ ബ്രാൻഡ് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ചലോ ചൂസ്. Maybe you try first to get familiar with. നമ്മൾ ഏതോ പുഴയുടെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഐ തിങ്ക് ദ വാട്ടർ ഈസ് കമ്മിങ് ഫ്രം കനാൽ. ഓക്കെ, ഒരു ചെറിയ കനാല് പോലെ ഇങ്ങനെ ഒഴുകി വരുന്നു. അവിടെ കണ്ടില്ലേ പഴയതാ ഒരു മിൽ സിസ്റ്റം പോലെ വെള്ളത്തിൽ നിന്ന് എനർജി എന്തോ ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. ആ വീട്ടുകാർ സ്വന്തമായിട്ട് നേരെ ഒഴുകി ഇതുപോലെ പോകും. അവിടെ ഫുള്ള് നമ്മുടെ കുഞ്ഞു മീനുകളാണ്. ഇവിടെ നമുക്ക് ഇവർ ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ചാടാൻ പറ്റില്ല. ഇതാണ് കേട്ടോ നമ്മുടെ റിവർ ഷയ. നമ്മൾ നല്ല നീന്താനുള്ള സ്ഥലം ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. ഓ, ഇവിടെ കുറേ ആൾക്കാർ അവിടേക്ക് നിന്ന് നീന്തുന്നുണ്ട്. വസ്ത്രമൊന്നും ഇടാതെയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ വെള്ളവും അധികം ഇല്ല. അതാ അവിടെ കുറേ താറാവ്. ഞാൻ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു നാരോ ഗേജ് ട്രെയിനിൻ്റെ ലൈനാണ് കേട്ടോ. നാരോ ഗേജ് ട്രെയിൻ ലൈന് ഇവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇങ്ങനെ പോവുള്ളൂ. ഇവിടെ വീടുകൾ, പിന്നെ അതിൻ്റോടൊപ്പം കോൺഫീൽഡുകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു തനി നാടൻ വില്ലേജ്. ദാറ്റ്സ് എ ചർച്ച്, റൈറ്റ്? That's a church. ആ കാണുന്നത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യൻ ദേവാലയമാണ്, കത്തോലിക് ക്രിസ്ത്യൻ ദേവാലയമാണ് കേട്ടോ. But it's very special, I tell you now. What's the specialty? So it's called Christkindl, and in Catholic or Christianity, in Christmas time, here there is no Santa Claus, but Christkind. It's a small boy or girl. It's actually just a small child who brings the presents. Yeah, I know. And so the children write letters to Christkind to tell. ഈ കാണുന്ന വീടുകളൊക്കെ കണ്ടില്ലേ, പഴയ പുരാതനമായിട്ടുള്ള വീടുകളാണ്. ഓസ്ട്രേലിയ വൺ ഓഫ് ദ അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മുടെ ഹാൽസ്ട്രാട്ട് പോലെ തന്നെ വേറെ ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള വില്ലേജാണ്. അതുകൊണ്ട് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ടൗൺ ആണ്. നമ്മുടെ മുകളിൽ കാണുന്ന ഒരു പള്ളിയില്ലേ, അതിന് കിഷ്കിന്തൽ, റൈറ്റ്? സാന്താക്ലോസിന് പകരമായിട്ടുള്ള ഇവിടുത്തെ ആളാണ് കിഷ്കിന്തൽ. അപ്പം കുട്ടികളൊക്കെ എന്ത് ചെയ്യും, കിഷ്കിന്തലിന് കത്തയക്കും. കിഷ്കിന്തലെ എനിക്ക് കാറ് വേണം, ലോറി വേണം, അല്ലെങ്കിൽ കളിപ്പാട്ടം വേണം. അപ്പം ഇവിടെ ഈ പള്ളിയിലൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. ഈ പള്ളിയിലെ പോസ്റ്റ് ഓഫീസിൽ അവിടെ എത്തും. അപ്പം മാതാപിതാക്കൾ എന്ത് ചെയ്യും, മാതാപിതാക്കൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ട് കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരാളെ പറഞ്ഞു വിട്ടിട്ട് ഹൈപ്പിക്കും. അതാണ് കേട്ടോ പരിപാടി. എന്താ രസമല്ലേ നേച്ചർ. നല്ല രസമുള്ള വഴികളും പുഴകളും അരുവികളും. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കിഷ്കിന്തലിന്റെ പള്ളി. ഇവിടെ ഷിർ എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. Shire. So this whole area is like when there is a flood, ഇവിടെ നമ്മൾ വേറൊരു സ്പോട്ട് കണ്ടുപിടിച്ചു. ഇവിടെ ട്യൂബിലൊക്കെ വന്നിട്ട് ആൾക്കാർ, കുറേ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആ ഒരു ഭാഗത്ത് ഇവിടെ ഒരു SUP ചെയ്യുവാണ് കേട്ടോ കുറച്ച് പയ്യന്മാരിൽ നിന്ന്. it's not that cold. It's cold. For you it's cold, no? How much in Varkala do you see? Varkala is hot, not at all like this. Okay. ഇനി നമ്മൾ ഈ കാണുന്ന വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. Come on, let's go. Hello? You jump first. You chalo first. No. You jump, chalo. Take a video of me. So how you like the river style? വിചാരിക്കുന്നതല്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. കട്ട് ആക്ഷൻ. No, it's not like this. അങ്ങനെ ഫൈനലി ഇവിടുന്ന് പറയാൻ വേണ്ടി പോവാണ്. അവിടെ കുറേ ഫാമിലീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്.
ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ക്യൂട്ട് ഫാമിലി കേട്ടോ, നല്ല രസമുണ്ട്. Let's go. Chalo. ചാലോ ചാലോ. So for you with flip-flops, you have to ഈ കാണുന്നത് നമ്മുടെ മൗണ്ടൻ ബൈക്കാണ്, കണ്ടില്ലേ? ഇത് ഒരു സൈഡിലേ ഇതുള്ളൂ കേട്ടോ, മറ്റേതുപോലെ രണ്ടിലും ഇല്ല, കണ്ടില്ലേ? ഐ ജസ്റ്റ് റിയലൈസ്ഡ് ഇറ്റ്. ഈ കാണുന്നത് കണ്ടില്ലേ? ഈ കാണുന്നത് നിങ്ങൾ ആയുധത്തിൻ്റെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ, ആംസിൻ്റെ ഒരു കമ്പനി ഉണ്ട്, സ്റ്റിർ എന്ന് പറയുന്നത്, സ്റ്റിർ Steyr Arms. സ്റ്റേ ആംസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരുടെ ആയുധം ഉണ്ടാക്കുന്ന കമ്പനി ഇവിടെ ബേസ്ഡ് ആയിരുന്നു. അതിൻ്റെ അന്നത്തെ ഭാഗത്തുണ്ടായിരുന്ന അന്നത്തെ കുറേ ബിൽഡിങ്ങുകളായിരുന്നു, ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളായിട്ട് മാറി. അപ്പോൾ അന്നത്തെ ബിൽഡിങ്ങാണ് കേട്ടോ. ഇപ്പം ഇതിൻ്റെ കമ്പനി ഇവിടെ ഇല്ല, അവർ കമ്പനി നിലവിലുണ്ട്, ബട്ട് ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഇവിടുത്തെ നാട്ടിൻ്റെ പേരിലാണ് കേട്ടോ ആ കമ്പനി വളർന്നതും കമ്പനിയുടെ പേരും എല്ലാം അതാണ്, അവരുടെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ചില ആയുധങ്ങളൊക്കെ ഇവരുടെ ഈ കമ്പനി ചിലപ്പോൾ കണ്ടു കാണണം. താങ്ക് യു സോ മച്ച് മൈ ടൂർ ഗൈഡ്. താങ്ക് യു. എൻ്റെ ടൂർ ഗൈഡ് പോലെ എനിക്കെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഈ കാണുന്നത് ഷിമ്മശൂളെ സ്വിമ്മിങ് സ്കൂൾ, ഇവരുടെ ഭാഷയിൽ സ്വിമ്മിങ് സ്കൂൾ അങ്ങനെ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന നീന്തുന്ന ഈ ഒരു വെള്ളച്ചാട്ടമല്ലല്ലോ, ഈ ഒരു പൂളില്ലേ, പൂളെന്ന് പറയുന്നത് പണ്ട് ഈ ആയുധ ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. ഇപ്പോൾ അത് വേറൊരു പബ്ലിക് പൂളായിട്ട് മാറിയതാണ്. നമ്മൾ സൈക്കിൾ ഓട്ടി ഇങ്ങനെ നഗര കാഴ്ചകൾ കാണുവാണ്. നഗരമെന്ന് പറയാൻ പറ്റില്ല, വളരെ കുഞ്ഞ് സ്ഥലമാണ്. അവിടെ ആ ഒരു ചെറിയൊരു അരുവി പോലെ ഇതൊക്കെ ഉണ്ട്. ഈ കാണുന്ന പുറകിൽ കാണുന്ന ഇതൊക്കെയാണ് പണ്ടത്തെ ആയുധ ഫാക്ടറി ആയിരുന്ന സമയത്ത് ഇവരുടെ ക്വാർട്ടേഴ്സ് ആയിരുന്ന സ്ഥലങ്ങൾ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു 14-ാം നൂറ്റാണ്ടിലേക്ക് എന്തോ ഉള്ള ഒരു ചർച്ചാണ് കേട്ടോ, പഴക്കമുള്ള ചർച്ച. ഞാൻ സൈക്കിളോട്ടി വന്നത് ജോസഫ് വാളന്തൽ അങ്ങനെ എന്താണ് പറയുന്നത്, പുള്ളിക്കാരൻ്റെ ഒരു പ്രതിമയിലോട്ടാണ്. ഈ കാണുന്നതാണ് പുള്ളിയാണ് ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആയുധത്തിന് വേറൊരു രീതിയിൽ ആയുധം ഉണ്ടാക്കി തുടങ്ങിയത്. അതാ കണ്ടില്ലേ നമ്മുടെ ഫയറിങ്ങിൻ്റെ മെഷീനൊക്കെ ഇരിക്കുന്നത്. അപ്പം വേറൊരു രീതിയിലുള്ള ആയുധം ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ അത് ഭയങ്കര ഹിറ്റായി, പുള്ളിക്കാരൻ്റെ വലിയ ഇതായി, ഈ നഗരം തന്നെ റിച്ചായി. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിക്കാരൻ്റെ ഒരു സ്തൂപമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഈ നഗരത്തിലെ പള്ളി. 1444 പണിത ഒരു പള്ളിയാണ് കേട്ടോ. എന്ത് രസം. നമ്മുടെ വിയറ്റ്നയിലൊരു പള്ളിയുണ്ടല്ലോ, ആ പള്ളിക്ക് സമാനമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ പള്ളി ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. സമ്മതിക്കണം കേട്ടോ, പണ്ടത്തുള്ളവന്മാർ ഇങ്ങനെയൊക്കെ പണിത് വെച്ചത് അവർ സമ്മതിക്കണം. എൻ്റെ കവാടം നോക്കിക്കേ, അതിലൊക്കെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ഏതൊരു ഇവിടുത്തെ ലോക്കൽ സെയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ ഇറങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രീറ്റിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതാണ് നമ്മുടെ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിയും പ്രധാനപ്പെട്ട നമ്മുടെ ഗോപുരം, ഇവിടുത്തെ ഒരു സിറ്റി ലൈന് ഇതാണ് കേട്ടോ. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കുഞ്ഞാണ് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ ഒരു ചർച്ചുണ്ട്, പിന്നെ ഇവിടെ ബാങ്ക്, ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ. അത് അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ ഈ ഇതുപോലത്തുള്ള രസമുള്ള മനോഹരമായിട്ടുള്ള സ്ട്രീറ്റ്. ഇത് ഇങ്ങോട്ട് പോയാൽ ഇതുപോലെ ഇവിടെ ഇട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ നമ്മുടെ സ്റ്റിർ, ആ ഒരു പട്ടണത്തിൻ്റെ ഒരു എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന വാളാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ്. ഇത് വാളാണ് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മുടെ പട്ടണം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അകത്തോട്ട് നമ്മുടെ ഇതിൽ നിന്ന് ഗേറ്റിൽ നിന്ന് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ സിറ്റിയിലോട്ട് ഇതുപോലുള്ള ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം ബൈക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലമാണ്. നമ്മുടെ നഗര ഹൃദയ ഭാഗത്തോട്ട് നമ്മൾ കടന്നു വരുവാണ്. ഈ രണ്ട് ഭാഗത്തായിട്ടും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഐസ്ക്രീം കടയിൽ വന്നിട്ട് ഐസ്ക്രീം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ചിയേഴ്സ്. മനുഷ്യന്മാർക്ക് നടക്കാനും സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടി എന്ത് മനോഹരമായിട്ടുള്ള വഴികളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര നമ്മുടെ യൂറോപ്പിനെയൊക്കെ ഇങ്ങനെ പൊക്കി അടിക്കുന്നത് കാണുമ്പോൾ അതിൽ വലിയ തെറ്റില്ല എന്ന് തോന്നും. എന്നിരുന്നാലും അത്രയും പൊക്കി അടിക്കേണ്ടതില്ല. ബട്ട് ഇവിടുത്തെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റവും സ്റ്റേറ്റ് ഇവർക്ക് കൊടുക്കുന്ന അവകാശങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പരിധിയിൽ സ്വർഗം തന്നെയാണ് നമ്മുടെ യൂറോപ്പിലെ പല രാജ്യങ്ങളും എന്ന് വേണം തന്നെ പറയാനായിട്ട്.
Gesegnete Mahlzeit. Gesegneter Mahlzeit. Yes. Спасибо. Enjoy. I hope you also like it in the evening. I already started. I already started. I forgot this. It doesn't matter. നമ്മളങ്ങനെ ഇവരുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാണ്. Bon appetit. Gesegnete Mahlzeit. Dankeschön. Bitte schön. ഇവിടെ വീട്ടിലെ ഒരു അതിഥി വന്നിരിക്കുകയാണ്. നമ്മുടെ മുള്ളമ്പല്ലി പോലെ ഇരിക്കും കേട്ടോ. ഇവിടെ അതിനു വേണ്ടി എല്ലാ ദിവസവും ഭക്ഷണം എടുത്തു വയ്ക്കും.